അസ്സലാമലൈക്കും. ഹലോ എവ്രി വൺ. ഒരു ചെറിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തി. വെക്കേഷൻ കഴിഞ്ഞ് നോർമൽ റൂട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലേസി ഫീലാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ? എനിക്കെപ്പോഴും കുറച്ച് ഡേയ്സ് എടുക്കും ഒന്ന് സെറ്റിലായിട്ട് വരാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ സ്കൂളും വർക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ നമുക്കൊരു ടിഫിൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. ക്യുക്ക് ആൻഡ് സിമ്പിളാണ്, പിന്നെ കിഡ്സ് ലവ് ദം ടു. ഓണസ്റ്റ്ലി നാട്ടിൽ നിന്ന് വന്നിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അത്യാവശ്യമുള്ളത് മാത്രം താഴെ ഗ്രോസറി പോയിട്ട് വാങ്ങി. ഉള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ താഴെ ഗ്രോസറി പോയിട്ട് വാങ്ങി. എന്തായാലും നാട്ടിൽ നിന്ന് കുറേ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സിനേക്ക് അത് തന്നെ ധാരാളമായിരിക്കുന്നു. ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ അതൊരു റിലീഫാണ് ആക്ച്വലി. ഞാൻ ടിഫിൻ എപ്പോഴും ഭയങ്കര സിമ്പിളായിട്ടാണ് കീപ്പ് ചെയ്യാറുള്ളത്. കുറേ വീഡിയോസിലൊക്കെ കാണും പോലെ നല്ല കളർഫുള്ളായിട്ട് ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ടിഫിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അത് നടക്കില്ല. മോൻ അങ്ങനെ പിക്കി ഈറ്ററൊന്നുമല്ല. പക്ഷെ സ്കൂളിൻ്റെ കാര്യം വരുമ്പോൾ അവൻ കൂടുതലായിട്ടൊന്നും തിന്നൂല. സോ യൂഷ്വലി സിമ്പിളായിട്ടുള്ള അവനക്കിഷ്ടമുള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ വെക്കാറുള്ളത്. കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ കുറച്ചാണെങ്കിലും കൊണ്ടുപോകുന്നത് കഴിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് പാൻ കേക്ക്. പാൻ കേക്ക് തന്നെ ഞാൻ ഡിഫറെൻറ്റ് വേയിൽ ഉണ്ടാക്കാറുണ്ട്. ചിലത് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, നട്ട്സ് ആഡ് ചെയ്യും, ചിലപ്പോൾ ഹണി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഗീ ആണ് ഇട്ടത് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉമ്മ ഉണ്ടാക്കിയ ഗീ ആണ്. ആ ഗീ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ഇങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്നാക്സ്, മസാലാസ്, പിന്നെ ഹോം മെയ്ഡ് സ്റ്റഫ്സൊക്കെ. സ്നാക്സ് എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസൊക്കെ കൂടുതലും ഹസ്ബൻഡാണ് കേട്ടോ വാങ്ങാറുള്ളത്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുക എന്നുള്ളത്. ബാക്കി മസാലാസും ഹോം മെയ്ഡ് സ്റ്റഫ്സും പിന്നെ പ്ലാൻസും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടുന്ന് ഒരു ഹോംലി ഫീൽ കിട്ടും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഓണസ്റ്റ്ലി ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ, അത് കുറേ ഈസിയർ ആവുകയും ചെയ്യും. എൻ്റെ മോർണിംഗ് യൂഷ്വലി ഭയങ്കര റഷ്ഡ് ആയിരിക്കും. ബട്ട് ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് സ്ട്രെസ് ഫ്രീ. അങ്ങനെ ഫാൻസി ആയിട്ട് ഒന്നും ആക്കാതെ ജസ്റ്റ് സംതിങ് വാം ആൻഡ് ഫീലിംഗ്. സ്ലോലി മൊത്തത്തിലൊന്ന് ക്യാച്ചപ്പ് ആയാൽ പ്രോപ്പറായിട്ട് മീലൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഫുൾ ഗ്രോസറി റൺ ചെയ്യണം. ബട്ട് ഫോർ നൗ സിമ്പിൾ ഈസ് പെർഫെക്റ്റ്. സോ ഇതാണ് എൻ്റെ പോസ്റ്റ് വെക്കേഷൻ മോർണിംഗ് റൂട്ടീൻ. സ്കൂൾ പ്രിപ്പ്, ടിഫിൻ മേക്കിംഗ്, അങ്ങനെ നോർമൽ ലൈഫിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും ടൈം എടുക്കും ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ബട്ട് സ്ലോലി അത് ഹാപ്പൻ ചെയ്യും. അവർ പോയി കഴിഞ്ഞാൽ ശരിക്കും ഹോൾ ഹൗസ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. എല്ലാ മോർണിംഗ് റഷെന്നും കാമിലേക്കൊരു ഷിഫ്റ്റ്. കുറച്ച് നേരം ഞാൻ വെറുതെ അങ്ങിരുന്നു ആ ക്വയറ്റ്നെസ്സൊക്കെ എൻജോയ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് ഡിഷസൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മസാലസൊക്കെ റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കുറേ വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. ബട്ട് ചില ടൈമിൽ എല്ലാ റഷും കഴിഞ്ഞ് ബോഡി ആസ്ക് ഫോർ റെസ്റ്റ്. ആൻഡ് ഓണസ്റ്റ്ലി ഐ ഡോണ്ട് മൈൻഡ് ഗിവിങ് മൈ സെൽഫ് ദാറ്റ് ലിറ്റിൽ ബ്രേക്ക്. എല്ലാം കഴിഞ്ഞ് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും 12:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും അലാം സെറ്റ് ചെയ്ത് വെക്കും. അഥവാ ഞാൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മളൊരു ജ്യൂസും കുടിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോഴിയട ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ്. അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സിനേക്കുള്ള ഐറ്റംസ് ഇതിലുണ്ട്. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ചെയ്യുക. എനിക്ക് തന്നെ ഷുവർ അല്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുവിധം ഒരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കല്ലുമ്മക്കായ കൊണ്ടൊരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറും കറിയും ഫ്രൈയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഈസിയാണല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുമ്പോൾ, 1 പോട്ട് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ കല്ലുമ്മക്കായ റൈസ് ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷമല്ല ഫസ്റ്റ് പ്രോപ്പർ ലഞ്ച് കുക്കിംഗ് ഇന്നായിരിക്കും. 2 ഡേയ്സ് ആയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയാലും ബോഡി സ്റ്റിൽ ഹോളിഡേ മൂഡിലാണ് ഉണ്ടാവുക. ബട്ട് ദ ഹോം ഡിമാൻഡ്സ് അതർവൈസ്. വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ പൊതുവെ റൂട്ടീൻ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡാണ്.
നേരത്തെ എണീക്കുക, സ്കൂൾ പ്രിപ്പറേഷൻസ്, കുക്കിംഗ്, ക്ലീനിങ്, ഇറ്റ് ഓൾ പൈൽസ് അപ്പ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടാവും. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റഷ് ചെയ്യുന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത് ഓക്കെയാണെന്ന്. സ്ലോലി എല്ലാം തിരിച്ച് അതിൻ്റെ പ്ലേസിലെത്തിക്കോളും. ചില ആൾക്കാർക്ക് വൺ ഡേ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ ആയിരിക്കും. ബട്ട് ഓണസ്റ്റ്ലി നോ വൺ ക്യാൻ. ഹോം മേക്കിംഗ് നെവർ എൻഡിങ് ആണ്. എപ്പോഴും എന്തെങ്കിലും ഒന്ന് നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? സോ ഇറ്റ്സ് ഓക്കെ. കുറച്ച് കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നതിലും തെറ്റൊന്നുമില്ല. വേറൊരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹോം മേക്കിംഗ് ശരിക്കും ചെറിയ ചെറിയ ട്രാൻസിഷൻസാണ്. ഒരു മൊമെൻറ്റ് ഭയങ്കര റഷായിരിക്കും, ലൈക്ക് മോർണിംഗ് സ്കൂൾ ടൈം. നെക്സ്റ്റ് മൊമെൻറ്റ് കാമാവും. എനിക്ക് തോന്നുന്നു അതാണ് ശരിക്കും ഇതിനെ ബാലൻസ്ഡ് ആക്കുന്നതെന്ന്. ഫുൾ ടൈം റഷായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആയേനെ. അല്ലാണ്ട് ഫുൾ ടൈം ആയിട്ടാണെങ്കിലോ ചിലപ്പോൾ നമുക്ക് ബോറടിക്കുകയും ചെയ്യും. അങ്ങനെ ചോറിങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ലഞ്ച് സോട്ടാവാനായി എന്നറിയുമ്പോൾ തന്നെ ഒരു സമാധാനം. ഫുഡ് റെഡി ആയാൽ തന്നെ ശരിക്കും ഒരു ഡേയിലെ ഹാഫ് ടെൻഷൻ അങ്ങ് പോയി കിട്ടും അല്ലേ? ഹൗസ് ഫുള്ളി മെസ്സി ആണെങ്കിലും ലോണ്ട്രിയും ക്ലീനിങ്ങും ഒക്കെ ബാക്കിയുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഫുഡ് റെഡി ആയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. പിന്നെ കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീലും ഉണ്ട്. എപ്പോഴും കിട്ടുന്ന സാധനമൊന്നും അല്ലല്ലോ. നാട്ടിൽ നിന്ന് തന്നെ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന അന്ന് മോർണിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലുമ്മക്കായൊക്കെ. എനിക്ക് ശരിക്കും സീ ഫുഡ് ഫുള്ളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുന്നിൽ ചിക്കനും മട്ടനും ബീഫും സീ ഫുഡും ഒക്കെ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും സീ ഫുഡ് തന്നെയാണ് സെലക്ട് ചെയ്യുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് സീ ഫുഡിന് ആ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുമെന്നാണ്. കൂടുതൽ സൈഡ് ഡിഷസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ കല്ലുമ്മക്കായിൻ്റെ റൈസൊക്കെ ഉണ്ടാക്കുമ്പം തന്നെ കല്ലുമ്മക്കായിൻ്റെ റോസ്റ്റായാലും റൈസായാലും അങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം തന്നെ ഇത് കുക്ക് ചെയ്ത വെള്ളം കൂടെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായി കുക്ക് ചെയ്യുമ്പം തന്നെ നല്ലോണം വാഷ് ചെയ്ത് ക്ലീനാക്കി കുക്ക് ചെയ്തെടുത്താൽ ഇതിൻ്റെ വെള്ളത്തിൽ അങ്ങനെ കച്ചറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കല്ലുമ്മക്കായി കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം എടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ശരിക്കും റൈസിനൊക്കെ. ഞാൻ കുറച്ച് നേരം ഈ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും പൊടികൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ താഴേക്ക് ഇങ്ങനെ സെറ്റായിപ്പോവും. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുക. അധികവും കച്ചറകളൊന്നും ഉണ്ടാവില്ല. നല്ലോണം വാഷ് ചെയ്തെടുത്താൽ മണ്ണും അങ്ങനത്തെ പൊടികളൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ ആണെങ്കിലും ഒക്കെ തന്നെ ഈ വെള്ളം ഒഴിക്കുമ്പം ചോറിന് നല്ല ഫ്ലേവർ കിട്ടും. കല്ലുമ്മക്കായൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്. ഉമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് ടൈമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും മാക്സിമം 1 വീക്കൊക്കെ ഇവിടെ നിൽക്കുള്ളൂ. നമ്മളെല്ലാത്തിനും ഇത് കൂട്ടും. അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ് ചോറാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എനിക്കിത് കൂട്ടാൻ വേണ്ടിയിട്ട് തോന്നും. സാധാരണ ഞാൻ അങ്ങനെ അച്ചാർ ഫാനൊന്നുമല്ല കേട്ടോ. ഞാൻ ബിരിയാണിക്കായാലും ഇറച്ചിച്ചോറിനായാലും ഞാൻ അങ്ങനെ അച്ചാർ അധികമൊന്നും യൂസ് ചെയ്യില്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അച്ചാറുകളാണെങ്കിൽ എനിക്കിഷ്ടമാണ്. സ്റ്റോർ ബോട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. ആ ഒരു ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള അച്ചാർ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ എനിക്കിഷ്ടം. അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല. പുളിപ്പ് മറ്റേ സുർക്കയൊക്കെ കുറച്ചിട്ടിട്ടുള്ള ഒരു അച്ചാറായിരിക്കും. അപ്പോൾ നമുക്ക് പത്തിരിൻ്റെ കൂടായാലും അങ്ങനെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇനി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. ഇവിടെ അത്ര സ്പേസ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് പ്ലാന്റ്സ് ഇങ്ങനെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒഫീഷ്യലി ഒരു പ്ലാന്റ് പേഴ്സൺ ആണിപ്പോൾ. ഒരു ടൈം ഉണ്ടായിരുന്നു ഞാൻ തീരെ പ്ലാന്റ് പേഴ്സൺ അല്ലാത്ത. അന്ന് ആക്ച്വലി ഞാൻ പ്ലാന്റ് വെച്ച് നോക്കിയിട്ടേ ഇല്ല. അന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എല്ലാവരും ഇങ്ങനെ എന്താ ഇങ്ങനെ പ്ലാന്റ്സിനോട് ഇത്ര ഒബ്സസ്ഡ് ആയിട്ടുള്ളത്. ചില വീട്ടിലൊക്കെ പോയാൽ നമ്മൾ ഫുള്ള് ഗ്രീനറി ആയിട്ടൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഓക്കെ നൈസ്, ബട്ട് വൈ ദിസ് മച്ച് എക്സൈറ്റ്മെൻറ്റ്? ബട്ട് ഇപ്പം അതെനിക്ക് മനസ്സിലായി. ഞാനും അങ്ങനെ ഒരാളായി, റിയൽ പ്ലാന്റ് പേഴ്സൺ. എവിടെ വെക്കണമെന്നോ ഇനി വെക്കാൻ സ്പേസ് ഉണ്ടോയെന്നോ ഒന്നും ഞാൻ തിങ്ക് ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാനത് വാങ്ങിയിട്ട് വെക്കാറുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് കണ്ടാൽ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഈ വീട് കാടാക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. പണ്ട് ഞാൻ വിചാരിച്ച പോലെ.
അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്കും ചിലപ്പോൾ അന്ന് എനിക്ക് പ്ലാന്റിനോട് ക്രേസ് ഇല്ലാത്ത പോലെ ഇപ്പോഴും പ്ലാന്റിനോട് വലിയ ക്രേസൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവാം. ആൻഡ് ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ കഴിഞ്ഞ് ഹോമൊന്നും ഫുള്ളി സെറ്റായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രോപ്പർ ഗ്രോസറി ഷോപ്പിംഗ് വരെ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ന്യൂ പ്ലാൻസിന് വേണ്ടിയിട്ടുള്ള പോട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം മാനേജ് ചെയ്തു. പ്രയോറിറ്റീസ്, റൈറ്റ്? ഞാൻ നാട്ടിൽ പോകുന്ന ടൈമിൽ കുറേയൊക്കെ പ്ലാന്റ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചീത്തായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മണി പ്ലാന്റിൻ്റെ വലിയൊരു പോട്ട് ഉണ്ടായിരുന്നു, ഞാൻ നിലത്ത് വെക്കുന്ന ഫ്ലോറിൽ കോർണറിൽ വെക്കുന്ന ഒരു പോട്ടായിരുന്നു. ആ പോട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചില്ല, കാരണം അത് കുറേ പ്ലാന്റിൻ്റെ കുറേ റൂട്ട്സ് ആയിട്ടാണുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുത്തിട്ട് കോളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചതായിരുന്നു. പിന്നെ അതിൽ വെള്ളത്തിലിടുന്നതിന് പകരം ഞാനൊരു ബോട്ടിൽ ചെറിയൊരു ഹോൾ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലം വിചാരിച്ച് വെച്ചിട്ട് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു അത്. കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങാറില്ലായിരുന്നു. ഒരു പ്രാവശ്യം കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കാണ്ടങ്ങ് വാങ്ങി വെച്ച പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് തിരിച്ച് വരുമെന്ന് വിചാരിക്കുന്നത്. കുറേയൊക്കെ യെല്ലോ ആയിട്ടുള്ള ലീവ്സൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നനച്ച് വെച്ചിട്ടുണ്ട്, വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. പ്ലാന്റ്സ് ശരിക്കും മെല്ലെ മെല്ലെ എൻ്റെ ഹോം മേക്കിങ്ങിൻ്റെ പാർട്ടായതാണ്. ലൈക്ക് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചേഞ്ച് ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും ഒരു പ്ലാന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കിട്ടുമെന്ന് നോക്കും. ഒരു ചെറിയ പോട്ടാണെങ്കിലും ആ ഒരു സ്പേസിന് പെട്ടെന്നൊരു ഫ്രഷ് ലുക്ക് തരും. ശരിക്കും പറഞ്ഞാൽ ഹോം മേക്കർ ആയപ്പോഴാണ് ശരിക്കും ഞാൻ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ പ്ലാന്റ്സ് വെക്കുന്നതിനെ കുറിച്ചൊന്നും തിങ്ക് ചെയ്തിട്ട് പോലും ഉണ്ടായിട്ടില്ല. സോ എല്ലാ പ്ലാന്റ്സും ഫൈനലി റീപോർട്ട് ചെയ്ത് ഇനി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുക്കണം. ഫുള്ള് സോയിലൊക്കെ എടുത്ത് വെച്ച് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ടാണ് മെയിൻ ചാലഞ്ച് വരാൻ പോകുന്നത്. എവിടെ വെക്കും ഓരോന്ന് എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഓരോന്നിനും ഞാൻ ഓരോ സ്പേസ് ഇങ്ങനെ കൊടുക്കുകയാണ് റാൻഡമായിട്ട്. ലേറ്റർ ഐ മൈറ്റ് ഷഫിൾ എവറിത്തിങ് അഗെയിൻ. ഇത്രയും പ്ലാൻസ് ആഡ് ചെയ്തിട്ടും എനിക്ക് സ്പേസ് ഒന്നും ക്രൗഡഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഇൻസ്റ്റഡ് എനിക്ക് തോന്നുന്നത് ഇനിയും കുറേ സ്പേസിൻ്റെ പ്ലാൻസ് വെക്കാനെന്നാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ബട്ട് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് പ്ലാൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. വൺസ് യു സ്റ്റാർട്ട് യു നെവർ ഫീൽ ലൈക്ക് ഇറ്റ്സ് എനഫ്. ഇപ്പം അടുത്തായിട്ട് മോനിക്കും എൻ്റെ വീക്ക്നെസ് അറിയാം. ഞാൻ എപ്പോഴെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആകുമ്പോഴൊക്കെ അവൻ പപ്പനോട് പറയും, മമ്മക്ക് സർപ്രൈസ് ആയിട്ടൊരു പ്ലാന്റ് വാങ്ങിക്കൊടുക്കുക, അപ്പം മമ്മ ഹാപ്പി ആവുന്നു. അവൻ വിചാരിക്കുന്ന പ്ലാന്റ് തന്നാൽ എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. ആൻഡ് ഓണസ്റ്റ്ലി ദാറ്റ്സ് ട്രൂ. അവൻ ഫിഗർ ഔട്ട് ചെയ്തു മമ്മ പ്ലസ് പ്ലാൻസ് ഈക്വൽ ടു പീസ് എന്ന്. സത്യം പറഞ്ഞാൽ അതാണ് ഹോം മേക്കിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എപ്പോഴും വലിയ വലിയ ചേഞ്ചസോ എക്സ്പെൻസീവ് തിങ്സോ ഒന്നുമല്ല. സംടൈംസ് ജസ്റ്റ് കുറച്ച് പ്ലാൻസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുഷ്യൻ ഷിഫ്റ്റ് ചെയ്യലോ, അല്ലെങ്കിൽ ഒരു കോർണറിൻ്റെ ലുക്കൊന്ന് ചേഞ്ച് ചെയ്യലോ, ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യം മതി ഹോൾ ഹൗസിൻ്റെ മൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ഓരോ ചെറിയ ടച്ചസ് ഹോമിനെ ലൈവാക്കി വെക്കും പോലെ ഫീൽ ചെയ്യും. ഒരു ന്യൂ ലീഫോ അല്ലെങ്കിൽ പ്ലാന്റോ വരുന്നത് കാണുമ്പം ഒരു റിമൈൻഡറാണ് നമ്മളെ കൂടെ ഹൗസും ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ആൻഡ് ഹോം മേക്കിംഗ് ഈസ് എക്സാക്ട്ലി ദാറ്റ്. ഇറ്റ്സ് നോട്ട് എ വൺ ടൈം തിങ്. ഇറ്റ്സ് സ്ലോ എവറിഡേ പ്രോസസ് ദാറ്റ് കീപ്സ് ഇവോൾവിങ്. പ്ലാന്റിങ്ങിൽ ബിസി ആയതുകൊണ്ട് തന്നെ ടൈം പോയത് റിയലൈസ് ചെയ്തിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്യൂഷൻ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ പണിയിലായി. സത്യം പറഞ്ഞാൽ ആഫ്റ്റർനൂൺ വരെ ഭയങ്കര കാമായിട്ടാണ് പോവുക. പ്രത്യേകിച്ച് അങ്ങനെ ബിസി വർക്ക്സ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാനേ ടൈം കിട്ടില്ല. ഇന്ന് പ്ലാന്റിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഡിന്നറൊന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 o'clock ആവുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് സ്പീഡാക്കണം. മോന് യൂഷ്വലി 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡിന്നറും കഴിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കലുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഡിന്നർ റെഡിയാക്കി എടുക്കണമെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എരുന്തുണ്ടായിരുന്നു. എന്താ എല്ലാവരും പറയാമെന്നറിയില്ല, ഞങ്ങളെ നാട്ടിൽ എരുന്ത് എന്നാണ് പറയുക. ഇളമ്പക്ക എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. എന്തായാലും ക്ലാംസ് അതൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദാൽ ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബാലൻസ്ഡ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ദാൽ ഫ്രൈയും ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഫസ്റ്റ് തന്നെ ഞാൻ അതാണ് ചെയ്തത് കേട്ടോ. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഴച്ച് വെച്ചു. കാരണം ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി മേക്കറിലാണ്. അപ്പോൾ ആദ്യം ഒന്ന് നീഡ് ചെയ്ത് വെച്ചാലാണ് പെർഫെക്റ്റ് ചപ്പാത്തി ഇട്ടുക.
ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തി മേക്കറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ബട്ട് എല്ലാ ടൈമും നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. കുറച്ച് പോസിറ്റീവ് റിവ്യൂസും ഉണ്ട്, എന്നാലും കൂടുതലും നെഗറ്റീവ് റിവ്യൂസാണ് ഉണ്ടായിട്ടുള്ളത്. എനിവേ ഈ ടൈം ഒന്ന് വാങ്ങിക്കളയാമെന്ന് വിചാരിച്ചു, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. നാട്ടിൽ ഇവിടുത്തേനേക്കാട്ടും ചീപ്പറാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങി. പിന്നെ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ 2 ഇയേഴ്സ് ആയിട്ട് വാങ്ങാൻ വേണ്ടി നോക്കിയത്, അതുകൊണ്ട് അതുതന്നെ അങ്ങ് വാങ്ങി. വേറെയും കുറേ ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷേ ഇതിനാണ് കൂട്ടത്തിൽ വെച്ചിട്ട് കുറച്ച് ബെറ്റർ റിവ്യൂ ഉള്ളത്, റേറ്റിംഗ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിയത്. ഇത് ശരിക്കും എൻ്റെ 3rd അറ്റംപ്റ്റ് ആണ് കേട്ടോ. ഓണസ്റ്റ്ലി ഇതാണ് എൻ്റെ ഫസ്റ്റ് സക്സസ്ഫുൾ അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ശരിക്കും എനിക്ക് ഷേപ്പാക്കാൻ കൂടി പറ്റുന്നുണ്ടായില്ല. എപ്പോഴും ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഡോ ഇങ്ങനെ സ്ലിപ്പായിട്ട് താഴേക്ക് വരുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം ഞാൻ എങ്ങനെയൊക്കെയോ ഷേപ്പ് മാനേജ് ചെയ്തു, പക്ഷേ ചപ്പാത്തി ഇങ്ങനെ പഫ് ചെയ്ത് വന്നിട്ടുണ്ടായില്ല. ഫൈനലി 3rd അറ്റംപ്റ്റ് സക്സസ്ഫുള്ളായി. ഇപ്പോഴാണ് ട്രിക്ക് പിടി കിട്ടിയതെന്ന് തോന്നുന്നു, പിടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിനായിട്ട് ഇത് നീഡ് ചെയ്യുമ്പോൾ ഡോ ഭയങ്കര ലൂസായിട്ട് നീഡ് ചെയ്യണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ പ്രഷറൊന്നും കൊടുത്തിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈറ്റ്ലി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനമായത്. ഇത് വാങ്ങിയിട്ട് ഇനി ഫ്ലോപ്പ് ആവുമെന്ന് ആലോചിച്ചിട്ട് കുറേ എന്താ പറയുക ആലോചിച്ച് വാങ്ങിയൊരു ഐറ്റമാണ്. ഫൈനലി സക്സസ്ഫുൾ ആയപ്പോൾ സമാധാനമായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.